ഏറ്റവും പ്രിയപ്പെട്ടവരെ, കർത്താവിന്റെ വലിയ കരുതല്, കരുണ, സ്നേഹം ഒക്കെ അനുഭവിക്കുമ്പോൾ എന്നെ ശ്രവിക്കുന്ന നിങ്ങളോട് എനിക്ക് പറയാൻ ഒരു വചനം, സഖറിയ 8:21. നമുക്ക് വേഗം ചെന്ന് കർത്താവിന്റെ പ്രീതി തേടാം, സൈന്യങ്ങളുടെ കർത്താവിന്റെ സാന്നിധ്യം തേടാം. പിതാവിന്റെ പ്രീതിയാണ് പുത്രൻ ആയുസ്. പിതാവിന്റെ തൃത്വത്തിന്റെ സാന്നിധ്യമാണ് വിശുദ്ധ കുർബാന, ദിവ്യകാരുണ്യം. ആ ദിവ്യകാരുണ്യത്തെ കുറിച്ച് തിയോളജിക്കലായിട്ട് പറയാനല്ല, വ്യക്തി ജീവിതങ്ങളിൽ ചങ്കോട് ചേർന്നിരിക്കുന്ന ദിവ്യകാരുണ്യനാഥനെ ആരൊക്കെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നോ, ആരൊക്കെ ഹൃദയം കൊണ്ട് കൊതിക്കുന്നോ, അവരുടെ അടുക്കലേക്ക് ദിവ്യകാരുണ്യം വരും. അതാണ് ദിവ്യകാരുണ്യനാഥന്റെ പ്രത്യേകത. പ്രിയപ്പെട്ടവരെ, 3 അനുഭവങ്ങളാണ് നിങ്ങളോട് ഞാൻ പങ്കുവെക്കുന്നത്. 3 അനുഭവങ്ങൾ നിങ്ങളോട് എന്തിനു ഞാൻ പങ്കുവെക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഓർക്കുമായിരിക്കും, ഇപ്പൊ പള്ളിയിൽ പോയി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്, പിന്നെ എങ്ങനെ എനിക്ക് വിശുദ്ധ കുർബാന കിട്ടും? എനിക്ക് വിശുദ്ധ കുർബാനയിൽ എങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ പങ്കെടുക്കാൻ പറ്റും? അരൂപിയിൽ ഞാൻ ഈശോയെ സ്വീകരിക്കുന്നുണ്ട്, അത് യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറേയേറെ മനസ്സുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരു വിശുദ്ധയുടെ ജീവിതത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടി അവൾ ഒരുപാട് കൊതിച്ചു. അന്നൊക്കെ ഇന്നത്തെ നാളുകൾ പോലെയല്ല, എല്ലാ ദിവസവും ഒന്നും കുർബാനയിൽ പങ്കെടുക്കാനോ കുർബാനയിൽ അർപ്പണങ്ങളോ ഇല്ലായിരുന്നു. ഇവള് കൊതിച്ച്, ഈശോയെ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. കാരണം അവളുടെ ഹൃദയം ഈശോയുടെ ഹൃദയവുമായി ഒരുമിച്ചിരിക്കുന്ന അനുഭവമാണ്. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോ പ്രിയപ്പെട്ടവരെ, ആ ഹൃദയത്തിന്റെ ആഗ്രഹം കണ്ട് ആ വിശുദ്ധിയുടെ മുറിയിലേക്ക് മാലാഖമാര് തിരുവോസ്തിയുമായി കടന്നു വന്നുവെന്നാണ് ചരിത്രം എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും ദിവ്യകാരുണ്യ ഈശോയെ സ്നേഹിച്ചാൽ നിശ്ചയമായും ഇതെനിക്കും നിങ്ങൾക്കും ഇന്നും സാധ്യമാണ്. ഞാൻ നിങ്ങളെ മായാലോകങ്ങളിലേക്ക് അയക്കുകയല്ല, മായ കാഴ്ചയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുകയല്ല. സ്വർഗം ഭൂമിയിൽ ഇറങ്ങി വരും ദിവ്യകാരുണ്യനാഥനെ ചങ്കുകൊണ്ട് സ്നേഹിച്ച അതേ മക്കളെ, മരുഭൂമിയിൽ അപ്പമില്ലാതലഞ്ഞ മക്കൾക്ക് മന്ന കൊടുത്ത തമ്പുരാൻ ഇന്ന് ആത്മാവിന്റെ ഭോജനമായി ദിവ്യകാരുണ്യം കിട്ടാൻ നീ ഒന്ന് കൊതിച്ചാൽ നിന്റെ മുറിയിലേക്ക് നിന്നെ തേടി വരുന്ന ദിവ്യകാരുണ്യം, നിന്നെ കാത്തു നിൽക്കുന്ന ദിവ്യകാരുണ്യം, നിനക്കു വേണ്ടി വഴികൾ ഒരുക്കി കടന്നു വരുന്ന ദിവ്യകാരുണ്യം. പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും ഏറെയുണ്ടെങ്കിലും ദിവ്യകാരുണ്യം നിന്നെ തേടി വരും. പ്രിയപ്പെട്ടവരെ, ഒരു സാധാരണ മനുഷ്യൻ, എന്നാൽ ഈശോയെ ഒരുപാട് സ്നേഹിക്കുന്ന മനുഷ്യൻ, കർത്താവുമായുള്ള ആഴപ്പെട്ട ബന്ധത്തിൽ അദ്ദേഹം രാത്രി മുഴുവൻ വലിയ ഉദ്യോഗസ്ഥനാണ്, വിദ്യാഭ്യാസം ഏറെയുള്ള മനുഷ്യൻ. ഈശോ അദ്ദേഹത്തെ പിടിച്ചു. എന്ന് കുർബാനയിൽ പങ്കെടുക്കുന്ന മനുഷ്യന് ഈ വിശുദ്ധ കുർബാനയിൽ ഈ നാളുകളിൽ പള്ളിയിൽ പോയി പങ്കെടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഈശോയില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് പലതവണ പറയും. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയും, സിസ്റ്ററെ ചങ്കിൽ എന്തോ ഒരു പിടയ്ക്കുവോ, ഈശോ ഇല്ലാത്തത് കൊണ്ട് എന്റെ ചങ്കിൽ എന്തോ ഒരു അസ്വസ്ഥത അവിടെ താമസിച്ചു കൊള്ളുന്നത്. അതേ പ്രിയപ്പെട്ടവരെ, ഇതാണ് ദിവ്യകാരുണ്യനാഥൻ. കൊതിക്കുന്ന ജീവിതങ്ങൾക്ക് ഇന്നും ഈ കോവിഡ് മഹാമാരിയുടെ കാലത്തും ഒരു വലിയ ദിവ്യകാരുണ്യ ആരാധന നടത്താൻ പോകുന്നു. നിന്റെ വീട്ടിലിരിക്കുമ്പോൾ ഈ ആരാധനയിൽ നീ പങ്കെടുക്കുമ്പോൾ നിനക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈശോയെ മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, നരനു വിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ,
മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരൊത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ. മിശിഹാ കർത്താവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം 28-ാമത്തെ വചനം. അവർ അവിടുത്തെ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് സ്വർഗത്തിൽ നിന്ന് അവരുടെ പ്രാർത്ഥന കേട്ട് അങ്ങ് പ്രാർത്ഥന കേട്ടു. അങ്ങനെ കാരുണ്യാതിരേകത്താൽ അവിടുന്ന് പലതവണ അവരെ രക്ഷിച്ചു. ഓ കർത്താവേ, ഈ ദിവസം ഈ മണിക്കൂറിൽ അങ്ങയുടെ തിരുസന്നിധിയിലേക്ക് ഞങ്ങളിതാ കണ്ണുകൾ ഉയർത്തുന്നു. ഞങ്ങളിതാ കരങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു. ഞങ്ങളിതാ ആത്മാവിനെ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. മനസ്സിന്റെ ഇഷ്ടങ്ങളെ ഇതാ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. ഞങ്ങളുടെ ജീവിതത്തിന്റെ വ്യാപാരങ്ങളെ അങ്ങയുടെ പക്കലേക്ക് ഉയർത്തുന്നു. ഞങ്ങളായിരിക്കുന്ന അവസ്ഥയിൽ ദൈവ തിരുസന്നിധിയിലേക്ക് ഞങ്ങളുടെ ജീവിതം മുഴുവൻ എടുത്തു വെച്ചുകൊണ്ട് കർത്താവെ അങ്ങയുടെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞങ്ങളിതാ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. സങ്കീർത്തനം 136:28 വചനം പറയുന്നല്ലോ, നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു, അതുകൊണ്ട് നമുക്ക് അവിടുത്തെ സ്തുതിക്കാം. ഓ കർത്താവെ, ഞങ്ങളുടെ ദുസ്ഥിതിയിൽ ഞങ്ങളെ ഓർക്കുന്നവൻ, ഞങ്ങളുടെ സങ്കടകാലങ്ങളിൽ ഞങ്ങളെ കരുതുന്നവൻ, ഇതാ ദൈവമേ, അങ്ങ് വിശുദ്ധ ഗ്രന്ഥം മുഴുവൻ ഞങ്ങൾ പരിശോധിച്ച് കടന്നു പോകുമ്പോൾ അങ്ങ് ദുസ്ഥിതിയിൽ ഞങ്ങളെ ഓർത്തവനാണ്. കഷ്ടങ്ങളിൽ ഇറങ്ങി വന്നവനാണ്. ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം നയിച്ചവനാണ്. ഞങ്ങൾക്ക് വേണ്ടി പടപൊരുതിയവനാണ്. സിംഹക്കുഴിയിലേക്കും പാതാളത്തിൻ്റെ അടിത്തട്ടിലേക്കും തീച്ചൂളയിലേക്കുമൊക്കെ ഇറങ്ങി വന്ന ദൈവശക്തിയെ ദർശിച്ചുകൊണ്ട് ഓ കർത്താവെ, അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഞങ്ങളിതാ അങ്ങയുടെ പക്കലേക്ക് കരങ്ങൾ ഉയർത്തി ഈ മണിക്കൂറുള്ള ആരാധനയെ സമർപ്പിച്ചുകൊണ്ട് മതിമറന്ന് സ്തുതിക്കട്ടെ. ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, എല്ലാ മനസ്സും ഹൃദയവും എല്ലാ ആത്മാവും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ അല്പനേരം നാം ആയിരിക്കുക. നമ്മുടെ ദുസ്ഥിതിയിൽ നമ്മെ ഓർക്കുന്നവനെ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. നമ്മുടെ പ്രാർത്ഥന കേട്ട് നമ്മെ രക്ഷിക്കുന്ന കർത്താവിനെ അനുഭവിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടാണ്. ഇന്ന് നീ ഏത് ദുസ്ഥിതിയിലാണോ, പ്രത്യേകിച്ച് ലോകം ഇന്ന് വലിയ ഒരു മഹാമാരിയുടെ പിടിയിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ വിവിധങ്ങളായ സംസ്ഥാനങ്ങൾ അനുദിനം കോവിഡ് വലിയ മഹാമാരിയുടെ ദുരിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഓരോ ദിവസവും ദിനം പ്രതി കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി മക്കൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കേണ്ട അവസ്ഥ ഞങ്ങൾ ഓർമ്മിപ്പിക്കുമ്പോൾ ഓ ദൈവമേ, ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്നിടങ്ങളിൽ അഭയം തേടി ഇതാ ദിവ്യകാരുണ്യ സന്നിധിയുടെ മുമ്പിലേക്ക് ഓടി വന്നിരിക്കുന്നു. ജീവിക്കുന്ന അപ്പമായ എൻ്റെ കർത്താവെ, മനമുയർത്തി ഹൃദയമുയർത്തി ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ഈശോ ആരാധന. ഈശോയെ സ്തുതിക്കുന്നു കർത്താവെ, നന്ദി പറയുന്നു കർത്താവെ, ഞങ്ങളുടെ ജീവിതം സമർപ്പിക്കുന്നു കർത്താവെ. ഞങ്ങൾ ഒരു മനസ്സോടെ അങ്ങേ ആരാധിക്കുന്നു, അങ്ങേക്ക് ആരാധന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധ്യനേശുവര, ഞങ്ങൾ നിന്നെ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു. ആരാധന അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു. ഒരു മനസ്സോടെ, ഒരു ഹൃദയത്തോടെ കർത്താവിൻ്റെ വലിയ കരുണയെ ധ്യാനിച്ചുകൊണ്ട് കർത്താവിനെ മതിമറന്ന് നമുക്ക് പാടി ആരാധിക്കാം. ഓ കർത്താവെ, ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്ന കർത്താവെ, ദിവ്യകാരുണ്യത്തിൽ ഇറങ്ങി വന്ന കർത്താവെ, അപ്പമായി ഇറങ്ങി വന്ന കർത്താവെ, മനുഷ്യനായി അവതരിച്ച കർത്താവെ, കുരിശിൽ മരിച്ച കർത്താവെ, നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു കർത്താവെ. നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ദുസ്ഥിതിയിൽ ഞങ്ങളെ ഓർക്കുന്ന കർത്താവെ, രക്ഷാദായകമായ കൃപകൾ സ്വന്തമാക്കാൻ വലിയ ഹീലിംഗ് പവർ കർത്താവെ, വലിയ വിടുതൽ ഈ ലോക ജനതയ്ക്ക് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ആരാധിക്കുന്നു. ഒരു മനസ്സോടെ കർത്താവിനെ നമുക്ക് പാടി ആരാധിക്കാം.
ആരാധ്യൻ യേശുപദം. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ദിവ്യരഹസ്യം, മാംസമായി മാറുന്ന തിരുമൂർത്തി, തിരുരക്തമായി മാറുന്ന വീഞ്ഞ്. ഓ കർത്താവേ, അങ്ങയുടെ തിരുരക്തം, തിരുക്കാസയിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന തിരുരക്തം, ബലിപീഠത്തിൽ ഒഴുകിയിറങ്ങുന്ന തിരുരക്തം കർത്താവേ, ഇന്ന് പ്രത്യേകമായി കോവിഡ് മൂലം വളരെ ദുരിതം അനുഭവിക്കുന്ന ഇന്ത്യയിലെ മഹാരാജ്യത്തിലെ അനേകം ജനതകളിലേക്ക് കർത്താവെ നീ ഒഴുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിരീശ്വരവാദികൾ പലതും പറഞ്ഞു വെക്കുമ്പോൾ ഞങ്ങൾക്ക് ഓടി വരാൻ, മക്കമാരുടെ പുസ്തകത്തിൽ ദൈവജനം ദൈവത്തിന്റെ സന്നിധിയിലേക്ക് ഓടി വന്ന്, ശത്രുക്കൾ എത്ര ശക്തരായിരുന്നാലും ശത്രുക്കളുടെ ബലമോ സംഖ്യാബലമോ ഒന്നും നോക്കാതെ ഏകനായ അവിടുത്തെ സന്നിധിയിലേക്ക് ഓടി വന്ന് ദൈവജനം വാവിട്ട് നിലവിളിക്കുമ്പോൾ ശക്തി പ്രകടിപ്പിക്കുന്ന എൻ്റെ അപ്പ, ഞങ്ങൾക്ക് വേണ്ടി കർത്താവെ, മഹാമാരി ഞങ്ങളുടെ രാജ്യങ്ങളെ കാർന്നു തിന്നുമ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ശക്തി പ്രകടിപ്പിക്കാൻ കരം വെളിപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓ ദിവ്യകാരുണ്യ ഈശോയെ, നിന്റെ സന്നിധിയിൽ വിശ്രമിക്കാൻ ഞങ്ങൾ ഇതാ ആഗ്രഹിക്കുകയാണ്. നിന്റെ സന്നിധിയിൽ അഭയം തേടി ഞങ്ങൾ വന്നിരിക്കുകയാണ് കർത്താവേ. അങ്ങയുടെ പരിശുദ്ധമായ കാരുണ്യം ഒഴുകട്ടെ. എല്ലാ മനസ്സും കണ്ണുകളടച്ച് കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെക്കട്ടെ. ദിവ്യകാരുണ്യത്തിന്റെ ശക്തി നിന്റെ ചുറ്റും, നിന്റെ കുടുംബത്തിന് ചുറ്റും, നിന്റെ ജീവിതത്തിന് ചുറ്റും വ്യാപരിക്കട്ടെ. കർത്താവേ, എൻ്റെ കണ്ണ് എപ്പോഴും അവരുടെ മേലുണ്ട് എന്ന് അങ്ങ് പറഞ്ഞു. പ്രിയപ്പെട്ട മക്കളെ, എവിടെയെങ്കിലുമൊക്കെ വിശുദ്ധ കുർബാനയ്ക്ക് അവസരം കിട്ടിയിട്ട് നമ്മൾ ഓടിപ്പോവുകയാണ്. കുർബാനയിൽ നിന്ന് അകന്നകന്ന് പോവുകയാണ്. നമ്മുടെ വീട്ടിൽ യൂട്യൂബിലൂടെ ഓൺലൈനിലൂടെ കുർബാന കാണാമെന്ന് അവസരമുണ്ടായിട്ടും ഇന്ന് പല ക്രിസ്തീയ കുടുംബങ്ങളും കുർബാന നഷ്ടപ്പെടുത്തുകയാണ്. കർത്താവേ, പരിഹാരം വിശുദ്ധ കുർബാനയെ ആരാധിക്കണം. ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ, വിശുദ്ധ കുർബാനയെ ആരാധിക്കണം. എൻ്റെ ദിവ്യകാരുണ്യനാഥ, നിന്നെ ആരാധിക്കാൻ ഞങ്ങളിതാ ഓടി വരുന്നു. എൻ്റെ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന വിശുദ്ധ കുർബാനയിൽ രാജാതിരാജനായി എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾ നിനക്ക് നന്ദി പറയുന്ന കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. ഓ തിരുവോസ്തു രൂപനെ, നിന്നെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കുന്നു. തിരുവോസ്തിയിൽ രാജാതിരാജനായ കർത്താവേ, ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, സാധിക്കുന്നവരൊക്കെ മുട്ടിമലായിരിക്കട്ടെ. പരിഹാരത്തോടെ എവിടെയൊക്കെയാണോ മണലി മുട്ടുകുത്താൻ പറ്റുമോ, മിറ്റലി മുട്ടുകുത്താൻ പറ്റുമോ, കൈവിരിക്കാൻ പറ്റുമോ, ദിവ്യകാരുണ്യത്തെ കുമ്പിട്ട് വണങ്ങി ആരാധിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിനെ ആരാധിക്കാം. സർവശക്തന്റെ മഹത്വം എവിടെയൊക്കെയോ നമ്മൾ കൊടുക്കാതെ പോയിട്ടുണ്ട്. അവനെ മഹത്വപ്പെടുത്താൻ ഇതാ കർത്താവ് നമ്മെ വിളിക്കുന്ന സമയം. ഓ കർത്താവെ, പരിഹാരാരാധനകൾ ഞങ്ങൾ അനുദിനം അർപ്പിച്ച് തുടങ്ങിയിരിക്കുന്ന ഈ ദിനങ്ങളിൽ ഓ കർത്താവെ, ഈ ദിവ്യകാരുണ്യ ആരാധനയിൽ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചായിരിക്കുകയാണ്. പ്രിയപ്പെട്ട മക്കളെ, എവിടെയൊക്കെ ജീവിതത്തിൽ തകർച്ചകളുണ്ടായിട്ടുണ്ട്, എവിടെയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടോ, അതിനൊക്കെ പരിഹാരം വിശുദ്ധ കുർബാന എന്ന ഔഷധമാണ്. ഇന്ന് കോവിഡ് മഹാമാരിക്ക് മറ്റൊരു വാക്സിനില്ല. വിശുദ്ധ കുർബാന എന്ന് പറയുന്ന വലിയ ദിവ്യകാരുണ്യ ഔഷധം അത് നമുക്ക് വേണം. കൊതിക്കാമോ മക്കളെ? കൊതിക്ക്. കർത്താവിൻ്റെ വിശുദ്ധ കുർബാനയുടെ കൃപകൾ സ്വന്തമാക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്തി വിളിച്ച് ഈശോയേ, ഈശോ, 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 ഈശോയേ, ഈശോയെ, ഈശോയെ, ഈശോയെ. ദിവ്യകാരുണ്യത്തെ സജീവനായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവെ, ലോകം മുഴുവനുള്ള എല്ലാ മക്കൾക്കും വേണ്ടി ഞങ്ങളിതാ നിന്നെ വിളിക്കുന്നു. കർത്താവെ, വിശുദ്ധ കുർബാനയാകുന്ന ഔഷധം ഈ ലോകത്തിന് വേണമപ്പ. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾ മരുഭൂമിയിൽ വിശന്ന് മരിക്കാൻ തുടങ്ങുമ്പോൾ സ്വർഗത്തിൽ നിന്ന് മഞ്ഞ പൊഴിച്ചെങ്കിൽ ഇന്ന് നാം നിന്റെ മക്കൾ, ഓ കർത്താവെ, നിന്റെ മക്കൾ ഇന്ന് രോഗപീഠകൾ കൊണ്ട് മലയുമ്പോൾ കർത്താവെ, നിന്റെ മക്കളെ രക്ഷിക്കാൻ ഒരു ഔഷധമേ ഞങ്ങൾക്കുള്ളു കർത്താവെ. അത് നീ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ദിവ്യകാരുണ്യമാകുന്ന എൻ്റെ ഈശോയെ അങ്ങ് മാത്രമാണ് കർത്താവെ. എല്ലാ മക്കളെ, എല്ലാ ജാതി മക്കളെയും അങ്ങയുടെ പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോയെ സ്തുതിച്ച് 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 മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കും. ഓ ദിവ്യകാരുണ്യ ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധനായ കർത്താവെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഓ തിരുവോസ്തിയിൽ രൂപനായ കർത്താവെ, കാരുണ്യമായ കർത്താവെ, ദിവ്യകാരുണ്യമായ ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ആരാധന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവെ, തിരുവോസ്തു രൂപനായ കർത്താവെ, ആരാധിക്കുന്നു.
യേശുവിനെ ആരാധിക്കുന്നു. തിരുവോസ്തിരൂപനാം ഈശോയെ മതിമറന്ന് ആരാധിക്കട്ടെ. എല്ലാ ജീവിതങ്ങളും മതിമറന്ന് ആരാധിക്കട്ടെ. മതിമറന്ന് ഒരുമിച്ച് കരങ്ങളടിച്ച് കർത്താവിന്റെ പക്കലേക്ക് മനസ്സുയർത്തി ഈശോയെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദിവ്യകാരുണ്യ ഈശോയെ ആരാധിച്ചുകൊണ്ട് നമുക്ക് പാടി പാടി ആരാധിക്കാം. തിരുവോസ്തിരൂപനാമിൻ ദൈവമേ, തീനാളമായെന്നുള്ളിലെന്നും വാഴണേ. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ, എന്റെ ഉള്ളിൽ എന്നുമെന്നും വാഴണേ. തിരുവോസ്തിരൂപനാമിൻ ദൈവമേ, തീനാളമായെന്നുള്ളിലെന്നും വാഴണേ. ആയിരം സൂര്യനേക്കാൾ ശോഭയേറും ദൈവമേ, ജീവനായെന്നുള്ളിലെന്നും വാഴണേ. ആയിരം സൂര്യനേക്കാൾ ശോഭയേറും ദൈവമേ, ജീവനായെന്നുള്ളിലെന്നും വാഴണേ. അരികിലെന്നും കാവലാകും ദൈവമേ, അകലാതെ എന്നെ നീ കാത്തിടണേ. അരികിലെന്നും കാവലാകും ദൈവമേ, അകലാതെ എന്നെ നീ കാത്തിടണേ. തിരുവോസ്തിരൂപനാമിൻ ദൈവമേ, തീനാളമായെന്നുള്ളിലെന്നും വാഴണേ. കാൽവരിയിൽ യാഗമായി തീർന്നതാമെൻ ദൈവമേ, എന്റെ ജീവിത ബലിയിലും കൃപ തൂകണേ. കാൽവരിയിൽ യാഗമായി തീർന്നതാമെൻ ദൈവമേ, എന്റെ ജീവിത ബലിയിലും കൃപ തൂകണേ. കൂടെയെന്നും നീ വരണേ ദൈവമേ, വീഴാതെ എന്നെ എന്നും കാത്തിടണമേ. കൂടെയെന്നും നീ വരണേ ദൈവമേ, വീഴാതെ എന്നെ എന്നും കാത്തിടണമേ. തിരുവോസ്തിരൂപനാമിൻ ദൈവമേ, തീനാളമായെന്നുള്ളിലെന്നും വാഴണേ. അമ്മയേക്കാൾ സ്നേഹമേകും ദൈവമേ, എന്റെ ഉള്ളിൽ എന്നുമെന്നും വാഴണേ. തിരുവോസ്തിരൂപനാമിൻ ദൈവമേ, തീനാളമായെന്നുള്ളിലെന്നും വാഴണേ. ദിവ്യകാരുണ്യത്തിൽ ഈശോ സജീവനായി എഴുന്നള്ളിയിരിക്കുന്നു. മനുഷ്യ മക്കളുള്ള അഗാധമായ സ്നേഹത്തിൽ തിരുവോസ്തിയിൽ വസിക്കുന്ന ദൈവം. പ്രിയപ്പെട്ട എൻ്റെ മക്കളെ,
തിരുവോസ്തിയിൽ വസിക്കുന്ന കർത്താവ് തിരുശരീരവും തിരുരക്തവും നമുക്ക് നൽകാൻ സൗജന്യദാനമായി തിരുവോസ്തിയിൽ വിശുദ്ധ കുർബാനയിൽ അവതരിച്ചിരിക്കുന്ന സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവന്റെ അപ്പം. പ്രിയപ്പെട്ട മക്കളെ, ഇന്ന് കോവിഡ് മഹാമാരി മൂലം വെന്റിലേറ്ററുകളിൽ കിടക്കുന്ന ഓരോ ജീവിതങ്ങളിലേക്കും ജീവന്റെ അപ്പമാകുന്ന വിശുദ്ധ കുർബാന ഇറങ്ങി വരാൻ ആഗ്രഹിക്കും മക്കളെ. വിശുദ്ധ കുർബാന ഇറങ്ങി വരാൻ ആഗ്രഹിക്കും പ്രിയപ്പെട്ടവരെ. കുർബാനയാകുന്ന അപ്പം നമുക്ക് വേണം. കുർബാനയാകുന്ന അപ്പം ഓരോ ജീവിതങ്ങളും കൊതിച്ചു തുടങ്ങിയാൽ ഈ ലോകത്തിലെ അനേകം ജീവിതങ്ങൾ വിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർത്താൽ നിശ്ചയമായും രോഗപീഠകൾ അകന്നു പോകും. അനുഭവവേദ്യമായ അനുഭവങ്ങൾ അനേകം ജീവിതങ്ങൾ കൊണ്ട് മക്കളെ ഭൗതിക ബുദ്ധിക്ക് അഗാധമായ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഔഷധത്തെ, മാലാഹമാരുടെ അപ്പത്തെ, നിത്യജീവനാകുന്ന അപ്പത്തെ, ആത്മാവിന്റെ ജീവനാകുന്ന ഈ തിരുശരീരത്തിലേക്ക് ഇരു കരങ്ങളും യാചന രൂപത്തിൽ നീട്ടിപ്പിടിക്കും. കർത്താവേ, ഇത് നിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നിന്നെ ആരാധിക്കാൻ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് എന്നെ കൂട്ടിക്കൊണ്ടുവന്നത്. കർത്താവേ എന്ന് തിരുവോസ്തിയിലേക്ക് ഉറ്റുനോക്കി വിശ്വാസത്തോടെ വിളിക്കാൻ വിശുദ്ധ കുർബാനയുടെ ശക്തിയാണ് എന്നെ പ്രേരിപ്പിക്കുക. കർത്താവെ, ദേവാലയം കത്തിയെരിഞ്ഞപ്പോൾ ഒരു കേടുപാടുമില്ലാതിരുന്ന തിരുവോസ്തി ഞങ്ങൾ ഓർമ്മിക്കുന്നു. കർത്താവെ, ഈ നാളുകൾ ഞങ്ങൾ തിരിച്ചറിയുകയാണ്. കർത്താവെ, ലോകത്തിലൊന്നിനും തകർക്കാൻ പറ്റാത്ത, തകർന്നുകൊണ്ടിരിക്കുന്ന ലോകത്തിനൊരു ശക്തിയേ ഉള്ളൂ. അത് വലിയ ഔഷധമായ വിശുദ്ധ കുർബാനയാണ്. കർത്താവെ, ആ തിരുവോസ്തിയിലേക്ക് ഞങ്ങൾ ഉറ്റുനോക്കുന്നു. കർത്താവെ, ഹൃദയങ്ങളൊക്കെ ദാഹിക്കട്ടെ. ദിവ്യകാരുണ്യനാഥന് വേണ്ടി നിരാശയിലായ ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ ദിവ്യകാരുണ്യനാഥന് വേണ്ടി നിരാശപ്പെടുന്ന ഓരോ ജീവിതങ്ങളും ഇന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവെ, എല്ലാ ഹൃദയങ്ങൾക്കും ദിവ്യകാരുണ്യത്തോട് അഗാധമായ പ്രണയമുണ്ടാവട്ടെ. മനുഷ്യ മക്കളോടൊത്ത് വസിക്കുന്ന ദിവ്യകാരുണ്യം ഏലിയ പ്രവാചകന് പാതയമായി കൊടുത്ത അപ്പം, കാക്ക കൊണ്ടുവന്ന് കൊടുത്ത അപ്പം ഏലിയാവിനെ കുതിച്ചു പായാൻ, തളരാതെ പതറാതെ യാത്ര ചെയ്യാൻ, പ്രതിസന്ധികളിൽ ഭയപ്പാടിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവ്യകാരുണ്യ അപ്പം അത് ഞങ്ങൾക്ക് വേണം. ഈശോയെ, ദിവ്യകാരുണ്യമാകുന്ന അപ്പം ഞങ്ങൾക്ക് വേണം. മക്കളെ, പ്രാർത്ഥിക്കുക. ദിവ്യകാരുണ്യത്തിലേക്ക് ഉറ്റുനോക്കി. നിനക്ക് ദേവാലയത്തിലോട്ട് പോകാൻ പറ്റിയില്ലെങ്കിലും ഈ തിരുവോസ്തിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ നിന്നിലേക്ക്, നിന്റെ മുറിയിലേക്ക്, നിന്റെ വീട്ടിലേക്ക് അവൻ കടന്നു വരും. നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഓ കർത്താവേ, രോഗപീഠയുടെ ഭയപ്പാടിലായിരിക്കുന്ന അനേകം രാജ്യങ്ങൾ, കർത്താവെ, വളരെ പ്രത്യേകമായി ഇന്ത്യ മഹാരാജ്യത്തെ ഓരോ സംസ്ഥാനങ്ങളെയും കേരള സംസ്ഥാനത്തെയും പ്രത്യേകം സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, പരിശുദ്ധമായ കുർബാനയുടെ അഭിഷേകം. ഓ കർത്താവെ, കോവിഡ് വാർഡുകളിൽ മരണത്തോട് മല്ലടിക്കുന്ന മക്കളുടെ അടുക്കലേക്ക് കാരുണ്യ രൂപനായ ഈശോയുടെ പടവുമായി ഓരോ യുവാവും യുവതിയും കടന്നു ചെല്ലുമ്പോൾ ആ കാരുണ്യ രൂപനെ ചങ്കോട് ചേർക്കുമ്പോൾ നഷ്ടപ്പെട്ടു പോകുന്ന ശ്വാസം തിരിച്ചു കിട്ടുന്ന അനുഭവങ്ങളിലൂടെ അനേകരെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ ഞങ്ങൾ പുറക്കൊണ്ട് ദിവ്യകാരുണ്യനാഥ, ഈ തിരുവോസ്തിയിൽ തുടിക്കുന്ന നിന്റെ ജീവനാണ് എന്ന്. ഓ ഈശോയെ, ഞങ്ങൾക്ക് ജീവൻ പകരാൻ തിരുവോസ്തിയിൽ തുടിക്കുന്ന എൻ്റെ ഈശോയെ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. പ്രിയപ്പെട്ട മക്കളെ, 5 10 പേരും ഈ ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിലും അവർ മുഴുമനസ്സോടെ മുഴുഹൃദയത്തോടെ ദിവ്യകാരുണ്യനാഥനെ ഒന്ന് സ്തുതിച്ചേ. നിനക്ക് വേണ്ടി, നിന്റെ കുടുംബത്തിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദിവ്യകാരുണ്യനാഥനെ സ്തുതിച്ച് നീ പ്രാർത്ഥിച്ച്. ഓ ദിവ്യകാരുണ്യനാഥ, സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ, അനേകം വിശുദ്ധകുമാരുടെ ആരാധനകൾ രാപകലില്ലാതെ ഉയരപ്പെടാൻ ഓ കർത്താവേ ഇടവെത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഓ ദൈവമേ, ആദിമ സഭയുടെ കൂട്ടായ്മയെ നിലനിർത്തിയ ദിവ്യകാരുണ്യമേ, രക്തസാക്ഷിത്വം അവിടം ചൂടാൻ സഭയെ ശക്തിപ്പെടുത്തിയ ദിവ്യകാരുണ്യമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. പാപം കൊണ്ടും ജീവിത നൈരാശ്യം കൊണ്ടും രോഗപീഠകൾ കൊണ്ടും തകർന്നു പോകുന്ന ജീവിതങ്ങൾ രക്ഷിക്കുന്ന ദിവ്യകാരുണ്യമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ശക്തി വെളിപ്പെടുത്തണമേ. ഓ ദിവ്യകാരുണ്യമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ. ശക്തി വെളിപ്പെടുത്തണമേ. ഞങ്ങൾക്ക് വേണ്ടി ഉത്ഥാനം ചെയ്ത ദിവ്യകാരുണ്യമേ, ഞങ്ങളിലേക്ക് ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗിക്ക് ഔഷധമാകുന്ന ദിവ്യകാരുണ്യമേ,
ദിവ്യകാരുണ്യമേ, എല്ലാ മക്കളും വെച്ച് പറയട്ടെ, രോഗിക്ക് ഔഷധമാകുന്ന ദിവ്യകാരുണ്യമേ, രോഗിക്ക് ഔഷധമാകുന്ന ദിവ്യകാരുണ്യമേ, രോഗിക്ക് ഔഷധമാകുന്ന ദിവ്യകാരുണ്യമേ. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കുമ്പിട്ട് വണങ്ങി ആരാധിക്കട്ടെ എല്ലാ മക്കളും. കുമ്പിട്ട് വണങ്ങി കുമ്പിട്ട് വണങ്ങി നമുക്ക് ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. ഭക്ത്യാ വണങ്ങുന്നു ഞങ്ങൾ, സാദരം നിന്നെ നമിക്കുന്നു കർത്താവേ, സാദരം നിന്നെ വണങ്ങുന്നു കർത്താവേ, നിന്നെ നമിക്കുന്നു നിമിക്കുന്നു, സാഷ്ടാംഗം വീണ് നിന്നെ പാടി മഹത്വപ്പെടുത്തുന്നു. ഈശോയെ സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ശിരസ് നമിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഭക്ത്യാ വണങ്ങുന്നു കർത്താവേ. ലോകത്തിന്റെ പ്രതീക്ഷയായ ദിവ്യകാരുണ്യമാണ്. അവിടുന്നാണ് നമ്മുടെ ഏക ആലംബം, അവിടുന്ന് മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ. അസ്ഥിരമായ ഈ ലോകം, അവിശ്വസ്തതകൾ മാത്രമുള്ള ഈ ലോകത്തിൽ നമ്മുടെ വിശ്വസ്ത സ്നേഹിതൻ ദിവ്യകാരുണ്യ ഈശോ, നമ്മുടെ വിശ്വസ്തനായ അഭയ സങ്കേതം ദിവ്യകാരുണ്യ ഈശോ. പ്രതീക്ഷകൾ തകരുമ്പോൾ, നമ്മുടെ സ്നേഹിതരെ അവഗണിക്കുമ്പോൾ, രോഗം നമ്മളെ ഞെരുക്കുമ്പോൾ, കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് നിൽക്കുമ്പോൾ, ദിവ്യകാരുണ്യനാഥനായ ഈശോയെ, ഈ സക്രാരിയിൽ ഈ തിരുവോസ്തിയിലായിരിക്കുന്നവനെ അഭയം പ്രാപിക്കാൻ ഒരു തീരുമാനമെടുക്കും മക്കൾ. ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിൽ നീ പറഞ്ഞുകൊണ്ടിരിക്കണം, ദിവ്യകാരുണ്യനാഥ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഓ ദിവ്യകാരുണ്യനാഥ ഞാൻ നിന്നെ സ്തുതിക്കുന്നു, ഓ ദിവ്യകാരുണ്യനാഥ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു, ഓ ദിവ്യകാരുണ്യനാഥ ഞാൻ നിന്നെ ആരാധിക്കുന്നു, ഓ ദിവ്യകാരുണ്യനാഥ ഞാൻ നിന്നെ മഹത്വപ്പെടുത്തുന്നു. അതേ പ്രിയപ്പെട്ട മകനെ മകളെ, നീ ദിവ്യകാരുണ്യത്തിൽ മുട്ടുകുത്തുമ്പോ നീ അവഗണിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിനക്ക് മുമ്പേ പോകാൻ, നിനക്ക് പരിഗണന തരാൻ ദിവ്യകാരുണ്യത്തിൽ